ഇന്ന് നല്ല അടിപൊളിയായിട്ട് 8 നിലയിൽ പൊട്ടിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോസൊക്കെ കണ്ടിരുന്ന നേരത്താണ് അമ്പാടി ഞാനും കൂടെ ആലു പൊറോട്ടേൻ്റെ വീഡിയോ കണ്ട്. എന്നാൽ പിന്നെ അതന്നെ ഉണ്ടാക്കുക, വൈകുന്നേരത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല കോൺഫിഡൻസിൽ ഇറങ്ങിയതാണ്. കാരണം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയേക്ക് നല്ലോണം അറിയാം. അപ്പം അങ്ങനെ ചപ്പാത്തി മാവ് കുഴച്ച് വന്നപ്പോൾ തന്നെ പാളി തുടങ്ങി കേട്ടോ. അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടു ആദ്യം. പിന്നെ ആദ്യം തന്നെ ഞാൻ കിഴങ്ങ് വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കോൺഫിഡൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നല്ല രീതിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നേ. പിന്നെ ഒരു വലിയ ഉള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒന്ന് കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അപ്പോൾ സെറ്റ് ആവുമല്ലോ എന്നുള്ളതിലാണ്, പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ സെറ്റായതിനു ശേഷം ഞാൻ അതൊക്കെ ഒന്ന് വാട്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മളെ കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും അതേപോലെ തന്നെ കറിവേപ്പില, എനിക്കിഷ്ടമാണ് കറിവേപ്പിലയും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ കിഴങ്ങ് ഒന്ന് കൈ കൊണ്ട് ആദ്യം കുഴക്കാൻ നോക്കി, നല്ല ചൂടായതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ കിഴങ്ങും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തു. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചെയ്തത് എന്താ വെച്ചാൽ, മാവ് കുറവാണ് തോന്നിയപ്പോൾ കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് പരത്തി തുടങ്ങിയപ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ മാവൊക്കെ അതിലേക്ക് ഇട്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് എന്തായാലും അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാവുമെന്ന്. പിന്നെ ഞാൻ ആദ്യം ഒന്ന് പരത്തി, അപ്പം തന്നെ എനിക്ക് ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം പരത്തിയപ്പോൾ തന്നെ കിഴങ്ങൊക്കെ ആക്കണ് പുറത്തേക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് ചെയ്യല്ലേ, അപ്പം അതിൻ്റെ പ്രശ്നമായിരിക്കും, അപ്പം നമുക്ക് രണ്ടാമത്തേൽ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഏകദേശം പരത്തിയെടുത്തിട്ട് കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും അത് അടുപ്പത്ത് വെച്ച് രണ്ടാമത്തത് സെറ്റാക്കി. രണ്ടാമത്തതായപ്പോഴും ഞാൻ വിചാരിച്ചു സെറ്റാവുണ്ടാവും, സുരാജ് പറഞ്ഞ പോലെ ഞാൻ ട്രൈ എന്നിട്ട് ശരിയായി എന്ന് പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത്തത് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതെങ്കിലും നന്നാവുണ്ടാവുമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മൂന്നാമത്തേൽ നോക്കാം, ഒന്നിൽ പിഴച്ചാൽ 3 നാളല്ലോ. അപ്പോൾ ഞാൻ അതും അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത് ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊരാശ്വാസം ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയതിന് ഒരു കാര്യം ഉണ്ടായല്ലോ എന്നുള്ള ആലോചിച്ചു കേട്ടോ. കാരണം വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണോ ആലു പൊറോട്ട ഉണ്ടാക്കേണ്ടത് കറക്റ്റ് വേണമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ഇതിനുണ്ടാക്കിയതാണ്. പിന്നെ സംഭവം ആലു പൊറോട്ടയാണ് വിചാരിച്ചത്, വന്നപ്പോൾ കട്ടിപ്പത്തിരി ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അമ്പാടി കഴിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഓന് കൊടുത്തപ്പോൾ ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ 3 കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ നടുഭാഗം ഒഴിവാക്കിയിട്ട് 3 അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നടുഭാഗം ഭയങ്കര കട്ടിയായിരുന്നേ.